ശബ്ദം എന്തുമാത്രം സഹായിച്ചു എന്നുള്ളതിൻ്റെ വലിയൊരു തെളിവാണ്. അല്ല, കൊച്ചു കുട്ടികൾ പോലും നമ്മളെ തിരിച്ചറിയുന്ന രീതിയിലേക്ക് വന്നതൊക്കെ ഈ ഒരു ശബ്ദം കൊണ്ട് മാത്രമാണ്. നമസ്കാരം കൂട്ടുകാരെ. പോത്തിറച്ചി സ്റ്റൂവും മുട്ടയപ്പവും തേങ്ങാ ചമ്മന്തിയും അടിച്ച് പതപ്പിച്ച കടുപ്പത്തിലൊരു ചായയും ഒരു അടിപൊളി റെസിപ്പിയാണ്. നമ്മൾ എവിടേക്ക് ഏതൊരു സ്പേസിൽ പോവുകയാണെങ്കിലും നമുക്കൊരു ഐഡന്റിറ്റി കൂടിയാണ് നമ്മുടെ ശബ്ദവും നമ്മുടെ പ്രസന്റേഷനും. അപ്പോൾ അത് മെച്ചപ്പെടുത്തുന്ന ഏതൊരാൾക്കും, അതാണ് ഈ പറഞ്ഞ പോലെ പാട്ടുകാർക്ക് മാത്രമല്ല, ആക്ടേഴ്സിന് മാത്രമല്ല, എല്ലാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അവരുടെ ശബ്ദം മെച്ചപ്പെടുത്തിയാൽ, പ്രസന്റേഷൻ മെച്ചപ്പെടുത്തിയാൽ നല്ല രീതിയിലേക്ക് ഗുണം ചെയ്യും എന്നുള്ളത് തന്നെയാണ്. അത് എനിക്ക് വളരെ പേഴ്സണലായിട്ട് പറയാൻ പറ്റും. എൻ്റെ ഒരു ലൈഫിൻ്റെ മാറ്റത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു കാര്യത്തിൽ കുറേ ഒരു ഷെഫ് എന്ന നിലയിൽ സ്കില്ലായാലും ശബ്ദം എന്തുമാത്രം സഹായിച്ചു എന്നുള്ളതിൻ്റെ വലിയൊരു തെളിവാണ്. ഞാൻ ഈ കോവിഡ് സമയത്ത് ചെയ്ത വീഡിയോയിൽ ആ ശബ്ദം എപ്പോൾ ഉപയോഗിച്ചു, അല്ലെങ്കിൽ വോയിസ് ഓവർ എപ്പോൾ ഉപയോഗിച്ചുണ്ടായ ഒരു മാറ്റവും, അല്ലാതെ തിരക്ക് സമയത്ത് ഇതൊന്നും ഇല്ലാതെ വെറും പാട്ടിട്ടപ്പോൾ ഉണ്ടായ അനുഭവങ്ങളും, പിന്നെ ആളുകളെ തിരിച്ചറിയുകയും അല്ല കൊച്ചു കുട്ടികൾ പോലും നമ്മളെ തിരിച്ചറിയുന്ന രീതിയിലേക്ക് വന്നതൊക്കെ ഈ ഒരു ശബ്ദം കൊണ്ട് മാത്രമാണ്. അപ്പോൾ നമ്മളത് വിചാരിക്കുന്നത് അല്ലാതെ അതിന് വേണ്ടിയിട്ട് ഞാൻ സ്പെഷ്യലി ട്രെയിൻഡ് ഇപ്പോഴാണ് എനിക്ക് തോന്നിയത് അദ്ദേഹത്തിനെയൊക്കെ നേരത്തെ പരിചയപ്പെട്ടിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഒക്കെ നമുക്ക് ബെറ്റർ ആക്കാമായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ശബ്ദം എന്ന് പറഞ്ഞത് വളരെ ഒരു ഡെഫിനിഷൻ നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ. അതിൻ്റെ സാധ്യതകളും അതിൻ്റെ നമുക്കുണ്ടാകുന്ന സന്തോഷങ്ങളും അത് നമുക്കിത് ടേക്കൺ ഫോർ ഗ്രാൻഡഡ് പോലാണ്. നമുക്കിതെന്തോ ഇത് ദൈവമായിട്ട് അങ്ങ് തന്നു. മുടി കണ്ടില്ലേ, മുടി നമുക്ക് വളരെ ചിലരുടെ മുടി അങ്ങ് പോകും നമ്മുടെ ശ്രദ്ധയില്ലാണ്ട്. അതുപോലെ ശബ്ദത്തിനെയും നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്താൽ ഇതിലും ബ്യൂട്ടിഫുൾ ആയിട്ട് കുറേ കാലം ആയിരക്കണക്കിന് ആളുകൾ നമ്മുടെ ശബ്ദം കേൾക്കും, അവര് നമ്മളെ സ്വീകരിക്കും. ഒരേ സമയത്ത് അതിൽ നിന്നൊരു നല്ലൊരു വരുമാനവും കണ്ടെത്താൻ പറ്റുന്ന സാധ്യതയും കൂടെ ഈ ഒരു ശബ്ദം കൊണ്ട് നമുക്ക് സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ കാര്യം. അതിലാണ് എനിക്ക് ഒരുപാട് സന്തോഷം. നമ്മളിലൂടെ ഒരുപാട് മനുഷ്യർക്ക് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരാനും അവരവരുടെ മേഖലയിൽ ശബ്ദത്തെ നല്ല രീതിയിലേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് അവർക്ക് മാറ്റിക്കൊണ്ടുവരാൻ പറ്റുന്ന ടിപ്സും കൊടുക്കാൻ പറ്റുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അങ്ങനെ തന്നെയാണ് നമ്മൾ രണ്ടുപേരും ഇപ്പോൾ പരിചയപ്പെട്ടതും ഇന്ന് ഈ ഒരു സ്പേസിൽ നമ്മൾ വന്നതും. ഒരുപാട് സന്തോഷമാണ് ഇതിൽ തന്നെ. Chatting with Voice Buddy. Speak from the heart. Share your story.